വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ലക്ഷദ്വീപിൽ ത്രിഭാഷാ സംവിധാനം നടപ്പാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. പ്രാദേശിക ഭാഷയായ മഹൽ, അറബി എന്നിവയെ സിലബസിൽ നിന്നും ഒഴിവാക്കുന്നതാണ് തടഞ്ഞത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകൾ നടപ്പാക്കാനായിരുന്നു തീരുമാനം. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നുണ്ട്. ഷപ്ന, ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമൊക്കെ നിലനിന്നതാണ്. പ്രത്യേകിച്ച് ജൂൺ 9 സ്കൂൾ തുറന്നപ്പോൾ കഴിഞ്ഞ വർഷം വരെ അറബ് പഠിച്ച കുട്ടികൾ പിന്നീട് ഹിന്ദി പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ അവരുടെ സംസാര ഭാഷയായ മഹൽ ഭാഷ പോലും ഇല്ലാതാകുന്നൊരു സ്ഥിതി വരും. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം അതിരൂക്ഷമായ ഭാഷയിലൊക്കെ വിമർശനമൊക്കെ നടത്തിയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒടുവിൽ ഹൈക്കോടതി താൽക്കാലികമായി ഈ നീക്കത്തെ തടഞ്ഞിരിക്കുമ്പോൾ അത് എത്രത്തോളം ആശ്വാസകരമാണ് ലക്ഷദ്വീപുകാരെ സംബന്ധിച്ച്? സേതുലക്ഷ്മി, ഈ മഹൽ ഭാഷ ലക്ഷദ്വീപിലെ ഒരു ദ്വീപിൽ അവരുടെ പ്രാദേശിക ഭാഷയാണ്. അതോടൊപ്പം തന്നെ അറബി ഭാഷയും പ്രാദേശികമായി അവർ ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ട് ഭാഷകളിലും ഇവരുടെ സിലബസിൽ ഉണ്ടായിരുന്നു. പകരം ഈ ത്രിഭാഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാഭ്യാസ ഡയറക്ടർ മെയ് 14 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ 3 ഭാഷകൾ പഠിക്കാം എന്നതാണ്. സ്വാഭാവികമായും മഹൽ, അറബി ഭാഷകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇത് ചോദ്യം ചെയ്ത് ലക്ഷദ്വീപ് സ്വദേശിയായ PI അജാസ് അക്ബർ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞിട്ടുള്ളത്. അറബിയും മഹൽ ഭാഷയും സിലബസിൽ നിന്ന് പുറന്തള്ളി ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകൾ നടപ്പാക്കുക എന്നതായിരുന്നു ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനം. അത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് എന്ന് ഈ ഉത്തരവിൽ തന്നെ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കിയിരുന്നു. 70 വർഷത്തോളമായി നിലനിൽക്കുന്ന സംവിധാനത്തെയാണ് സിലബസ് മാറ്റം സംബന്ധിച്ച് ഉത്തരവിലൂടെ അലോസരപ്പെടുത്തുന്നത് എന്നതായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഈ കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുക തന്നെ 2020 2023 വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എന്ന രീതിയിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയിരുന്നോ എന്ന് കോടതി ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉത്തരവ് നടപ്പാക്കുന്നത് താൽക്കാലികമായി തടഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും 9-ാം തീയതിയാണ് സ്കൂൾ അവിടെ തുറക്കുന്നത്. അതുവരെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഒന്നും നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. 9-ന് തുറക്കുമ്പോൾ ആ പുതിയ സിലബസ് നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ താൽക്കാലികമായി ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ വിഷയം വിശദമായി കോടതി പിന്നീട് പരിഗണിക്കും. ഓക്കെ ഷപ്ന, വ്യക്തമാണ്.